അതും എനിക്കൊന്ന് കാണണല്ലോ. എന്താ ഇങ്ങനെ തുഴച്ചു നോക്കുന്നേ? ഇവളെ സംസാരം കേൾക്കുമ്പോ തന്നെ ചൊറിഞ്ഞു വരുവാ. ഓന്റെ ജോലി അവളെ മൈൻഡ് ആക്കണ്ട. അവക്കെ രാവിലെ തന്നെ എന്തോ ബാധ കയറിയതാ. അതാ ഇങ്ങനെ നിൽക്കുന്നേ. കുറച്ച് കഴിയുമ്പോ റെഡി ആയിക്കോളും. പിന്നെ ടൂറിന് പോണോടത്ത് മിസ്സിന്റെ കൂടെ തന്നെ കാണട്ടോ. എവിടെ ഒറ്റക്കൊന്നും പോവല്ലേ? ഓക്കെ അമ്മ ചേച്ചി, ഞാൻ മിസ്സിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഒറ്റയ്ക്ക് അങ്ങോട്ടും പോകത്തില്ല. ഗുഡ് ഗേൾ. നല്ല പിള്ളേരായ ഇങ്ങനെ വേണം. അല്ലേലും ചില പിള്ളേർക്കൊന്നേ നമ്മൾ നല്ലത് പറഞ്ഞാ പറ്റത്തില്ലെന്നേ. അല്ലേലും നല്ല ചേച്ചിമാർക്ക് വെടക്ക് അനിയത്തിമാരെ കിട്ടത്തുള്ളൂ. എനിക്ക് ഇതുപോലത്തെ അനിയത്തില്ലല്ലോ എന്ന് ഞാൻ ഇപ്പൊ ഖേദിക്കുവാ. അല്ലെങ്കിൽ തന്നെ കളിയിലിരിക്കുക. എന്നെ അങ്ങനെ കളി പിടിപ്പിക്കില്ലേ? ഒന്ന് പോയാലേ അവിടുന്ന്. എന്തൊരു സ്വഭാവം ഇനി. എന്റെ സ്വഭാവം ഇങ്ങനെയൊക്കെ തന്നെയാ. സഹിക്കാൻ പറ്റിയെങ്കിൽ സഹിച്ചാ മതി കേട്ടാ. എന്തുവാടി എന്തൊരു ബഹളം? നോക്കമ്മേ, ഈ പൈങ്കിളിക്ക് പ്രാന്താ. രാവിലെ മുതലേ മോന്തി കറുപ്പിച്ചോണ്ടിരിക്കുക. എന്താന്ന് ചോദിച്ചിട്ടെ അവൾ എന്നോട് തർക്കുത്തരം പറയുന്നേ. അത് ഇന്നലെ മുതലേ ഞാനും ശ്രദ്ധിക്കുന്നുണ്ട്. ഞാനും ചോദിക്കണം വിചാരിച്ചിരിക്കുകയായിരുന്നു. നീ ഒന്ന് മാറി അങ്ങോട്ട്. ചോദിച്ചാ മാത്രമില്ല നാളെ പൊട്ടിച്ചു കൊടുത്തേ. ഈ പോടി ചേച്ചി. എന്താ നിന്റെ പ്രശ്നം? എന്താന്ന്? എനിക്കൊരു പ്രശ്നമില്ല. പിന്നെന്തിനാ ഇന്നലെ മുതൽ മോന്തി കറുപ്പിച്ച് നിൽക്കുന്നേ? നീ പറഞ്ഞപ്പോ ട്യൂഷന്റെ ടൂറിന് വിട്ടല്ലോ, പൈസയും കൊടുത്തല്ലോ. പിന്നെ എന്തുവാ പ്രശ്നം? എന്റെ പ്രശ്നം എന്താണേ? അമ്മനോട് പറഞ്ഞാ അവൾക്കൊന്നും മനസ്സിലാവത്തില്ല. ഞാൻ പോവാ. ഇതാണ്ടി പൈങ്കിളി എന്തോ ഡിപ്രഷനിലാണെന്ന് തോന്നുന്നു. കുറച്ച് കഴിയുമ്പളേ അവൾ ഓക്കെ ആയിക്കോളും. ഇല്ലെങ്കിൽ ഞാനുണ്ടല്ലോ, ഞാൻ അവളെ ഓക്കെ ആക്കിക്കോളാം ആന്റി. ഡോണ്ട് വറി. ആരെന്നെ ഓക്കെ ആക്കുന്നേ? നീയോ? നീ കാരണ ഞാനിങ്ങനെ പ്രഷർ മൂത്ത് നിൽക്കുന്നേ. പോവാം പൈങ്കിളി. പിന്നെ തുടങ്ങി. അമ്മേ ഞാൻ പോയിട്ട് വരാട്ടോ. നോക്കി പോയിട്ട് വാ. ടീച്ചർ കൂടെ തന്നെ കാണണം. എവിടേക്ക് ഒറ്റയ്ക്ക് പോയാൽ നിൽക്കല്ലേട്ടാ. പിന്നെ ജൂലിനെ കൂടെ കൂട്ടിക്കാണ്ടേ. അവൾക്ക് ആരും പരിചയമില്ലാത്തതാ. നീ വേണം അവളെ കൂടെ നിൽക്കാൻ കേട്ടാ. പിന്നെ അവൾക്ക് എല്ലാ കുഞ്ഞൊന്നുമില്ലല്ലോ. അല്ലെങ്കിലും എന്റെ എല്ലാ ഫ്രണ്ട്സിനെയും അവൾക്ക് അറിയണതാ. വേണമെങ്കിൽ അവൾ ഒറ്റയ്ക്ക് നിന്നോളും. അങ്ങനെ പേടിച്ചു ദൂരെയാണെങ്കിലേ ഇവിടെ തന്നെ നിന്നോട്ടെ. ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് വരാം. പൈങ്കിളി ഇതെന്തോന്ന് വർത്താനം? ആന്റി ഞാൻ പറഞ്ഞല്ലോ അവളിപ്പോ ഡിപ്രഷനിലാ. അതുകൊണ്ടാ. ഇറ്റ്സ് ഓക്കേ. കണ്ടോ അവൾ നിന്റെ തുണയല്ലേ. അവൾക്കുള്ള പക്വത പോലും നീ കാണിക്കുന്നില്ലല്ലോ. എന്തായാലും ഇതൊക്കെ നല്ലതല്ലേ പൈങ്കിളി. ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം ഞാനീ. ബൈ ആന്റി. ബൈ ജൂലി മോളെ. അമ്മ ചേച്ചി ബൈ. ബൈ ജൂലി മോളെ. പിന്നെ ജൂലി അവക്ക് എന്താന്നറിയില്ല. അവളെ മൂടാതെ ശരിയില്ല. നീ വേണട്ടോ അവളൊന്ന് നോക്കാനേ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം ആന്റി. യു ഡോണ്ട് വറി. എന്നാ ഞാൻ പോയിട്ട് വരേ. ബൈ ബൈ. ഓക്കേ മോളു. എന്നാ ശരി മച്ചിയെ, ഞങ്ങൾ പോയിട്ട് വരാട്ടാ. വെല്ലിമ്മ ഞങ്ങൾ പോയി വരാട്ടാ. നോക്കി പോകേട്ടാ. കുൽസിന്റെ കൂടെ തന്നെ കാണണേ. അതിനെ അടിയിട്ട് തട്ടിക്ക് പോയില്ല കേട്ടാ. ഇല്ല വെല്ലിമ്മ, അവള് കൂടെ തന്നെ ഉണ്ടാവും പോരെ. പിന്നെ മൈദിനെ അവക്ക് ബസ് കയറിയപ്പാടെ ഛർദി വരും. ഛർദിക്കുള്ള ഗുളിക എന്റെ ബാഗിൽ വെച്ചിട്ടാ. എടുത്ത് കൊടുത്താലേ. ശരി മച്ചിയെ. വെല്ലിമ്മ പോയി വരാട്ടാ. ശരി മക്കളെ. കാക്കുവിന്റെ കൂടെ തന്നെ ഉണ്ടാവണേ. ഒറ്റയ്ക്ക് ഏടും പോയില്ലട്ടോ. ഇല്ല മച്ചിയെ. ജമീലേ എന്നാലേ വേഗം ചെന്നൂടി. സമയം ഇപ്പൊ തന്നെ 7:15 ആയി. വേഗം ചെല്ലേ. ആടെ എല്ലാരും എത്തിക്കാണും. ശരി മാ. എന്നാലേ ഞാൻ നേരെ കൊണ്ടാക്കിട്ട് വരാട്ടോ. ശരി മോളെ. വരുമ്പോ നമ്മളെ കോയാക്കന്റെ കടയിൽ നിന്ന് ഗ്ലാസ് ചായയും മേടിച്ചോണ്ടി കേട്ടാ. ശരി മാ. മച്ചിയെ ഞങ്ങൾ ഒറ്റയ്ക്ക് പോയിക്കോളാന്നേ. വെറുതെ എന്തിനാ അത്ര ദൂരം നടക്കുന്നേ? അതന്നെ മച്ചിയെ, ഞാനും കാക്കും ഉണ്ടല്ലോ. ഞങ്ങൾ കട അറിഞ്ഞ് നടന്നു പോയിക്കോളാന്നേ. അതൊന്നും വേണ്ട. എനിക്ക് വരാൻ നേരത്തെ ലേസം ചായ മേടിക്കാനുള്ളതാ. എന്നാ പിന്നെ നിങ്ങൾ കൊണ്ടുവിട്ടിട്ട് വരുന്ന വഴിക്ക് മേടിച്ചു തന്നാ മതിയല്ലോ. പിന്നെ ട്യൂഷൻ ടീച്ചർ നമ്പർ ആണെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് പോയിക്കണേ. എന്തായാലും ഒന്ന് നമ്പർ മേടിക്കണം. അതൊന്ന് നടന്നോട്ടി. നോക്കി പോട്ടോ. ശരി അമ്മേ. വീണേ തമ്പുരിന്റെ കൂടെ തന്നെ കാണണേ. അവൾ ഒറ്റയ്ക്ക് വിടരുതേ. അവളെ നോക്കിക്കൊണ്ടിട്ടോ. ഓക്കെ അമ്മേ. അമ്മ ഛർദിക്കുള്ള ഗുളികയും ടവലൊക്കെ ബാഗിൽ വെച്ചിട്ടില്ലേ? എല്ലാം വെച്ചിക്കണേ. പിന്നെ ഇന്നത്തെ അവിടുന്ന് കഴിക്കാനുള്ള ഫ്രൂട്ട്സും പിന്നെ കുറച്ച് നൂഡിൽസ് ഉണ്ടാക്കിയതുണ്ടായിരുന്നു. അതും വെച്ചിക്കണേ കേട്ടോ. അത് ലേസം അധികം വെച്ചിക്കണേ. നിങ്ങൾ എല്ലാരും ഷെയർ ഇട്ടിട്ടല്ലേ കഴിക്കുക? അയ്യോ നൂഡിൽസോ? അതേതായാലും പൊളിച്ചിക്കണേ. ഞങ്ങൾ ഓരോരുത്തരും ഓരോ ഫുഡ് പ്ലാൻ ചെയ്തേ. ഞങ്ങൾക്ക് ഫ്രൂട്ട്സ് മാത്രമായിരുന്നു. ഇതിപ്പോ നൂഡിൽസ് ആയതുകൊണ്ട് ഗോൾ അടിച്ച മതി. സത്യം അവരൊക്കെ ഒന്നായിട്ട് സർപ്രൈസ് ആവും. എന്നാലേ നിന്ന് വേഗണ്ട. വേഗം ചെന്നോടി. ഇപ്പൊ ജമീല വിളിച്ചിട്ടേ ഉള്ളൂ. ആർന്ന് പിള്ളേരെയൊക്കെ കൂട്ടി അവള് പുറപ്പെട്ടിക്കണേന്ന്. ഞാനും വരാന്നാ പറഞ്ഞേ. നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞോണ്ടാ. ഹേയ് അതിന്റെ ഒന്നും ആവശ്യമില്ലമ്മേ. വെറുതെ എന്തിനാ അത്ര ദൂരം നടക്കുന്നേ? അതേ കണക്ക് തിരിച്ചും വരണ്ടായോ? ട്യൂഷൻ അങ്ങ് ദൂരൊന്നുമില്ലല്ലോ. അപ്പുറത്തെ തൊടിയില്ല ട്യൂഷന്. ഞങ്ങൾ പോയിക്കോളാന്നേ. പിന്നെ ട്യൂഷൻ ടീച്ചർ നമ്പർ അമ്മന്റെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടായിരുന്നു മക്കളെ. അല്ലേലും പുതിയ നമ്പറേ ടീച്ചർ എനിക്ക് അന്ന് തന്നെ തന്നതാ. അപ്പൊ ശരി അമ്മേ, ഞങ്ങൾ പോയിട്ട് വരേ. ബൈ. ലവ് യു. മിസ് യു. ലവ് യു അമ്മേ. മിസ് യു അമ്മേ. ബൈ. ബൈ മക്കളെ. ബാഗ്. എന്നാ ശരി അമ്മേ, ഞങ്ങൾ പോയിട്ട്
ചോക്ലേറ്റിന്റെ പുഴ, പിന്നെ ഞാൻ പറഞ്ഞുതരാം ജെംസിന്റെ പാരഷൂട്ട്. അയ്യോ അത് പൊളിക്കും. അതിലും പാരഷൂട്ടിൽ നമ്മൾ എല്ലാവരും ഇരിക്കുക. താഴത്തേക്ക് നോക്കുമ്പോണ്ട് ഒരു വലിയ അഗ്നിപർവ്വതം അങ്ങനെ ഒഴുകുന്നേ. ആ ഒഴുകുന്ന അഗ്നിപർവ്വതത്തിൽ ഫുള്ളും ലാവകളായിട്ട് എന്താ ഉള്ളതെന്നറിയോ? ചോക്ലേറ്റ്. ഞാൻ അപ്പൊ തന്നെ ആ പാരഷൂട്ടിന്ന് എടുത്തങ്ങ് ചാടും. എന്നിട്ട് ആ ചോക്ലേറ്റ് ലാവയിൽ വീണ് ചോക്ലേറ്റ് ലാവ ഫുള്ള് ഞാൻ കുടിക്കും. ജൂലി, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട കേട്ടോ. അവര് ചുമ്മാ നിന്നോട് എന്തൊരു ദേഷ്യം കൊണ്ട് അങ്ങനെ നിൽക്കുന്നേ. അല്ലാതെ അവര് നല്ല പിള്ളേരാ. കുറച്ചും പാടി കഴിയുമ്പോഴേ അവര് നിന്നെ ഇട്ട് കൂട്ടിക്കോളും കേട്ടോ. അത് വിചാരിച്ച് നീ സങ്കടപ്പെടണ്ടേ. ചേച്ചി, ബട്ട് ഇവരെന്തിനാ ഇങ്ങനെ ചെയ്യുന്നെന്ന് എനിക്കൊട്ടും മനസ്സിലാവുന്നില്ല. എനിക്കാണെങ്കിൽ ഇവരായിട്ട് കൂട്ടുകൂടണമെന്ന് നല്ല ആഗ്രഹം. അങ്ങനെ പൈങ്കിളിനോട് ഞാൻ എന്ത് തെറ്റാ ചെയ്തെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ചേച്ചി. ചെറുപ്പം തൊട്ടേ അവൾ എന്നോട് ഇങ്ങനെ തന്നെയാ ബിഹേവ് ചെയ്യണേ. ചേച്ചിക്കൊരു കാര്യം അറിയോ? അവള് ചെറുപ്പം മുതലേ എനിക്ക് എത്ര പാര വെച്ചിട്ടുണ്ടെന്ന് അറിയോ? ബട്ട് ഞാൻ അവളോട് പറഞ്ഞിട്ടുള്ളത് അവൾ എന്തൊക്കെ എന്നോട് ആംഗ്രി ആയാലും എനിക്ക് അവളോട് സ്റ്റിൽ എപ്പോഴും ലവ് തന്നെയായിരിക്കുന്ന. ഗുഡ് ഗേൾ ജൂലി. നല്ല കുട്ടികളായ ഇങ്ങനെയാണ് ചിന്തിക്കുക. അവളും നല്ല കുട്ടി തന്നെയാ. പക്ഷേ അവൾക്ക് നിന്നോട് എന്താ ചെറിയ ദേഷ്യം. അതെ, കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും. അതുവരെ നീ എപ്പോഴും ഇതേപോലെ തന്നെ അവളോട് ലവ് ആയിട്ട് തന്നെ പോട്ടോ. അല്ലാതെ അവള് നിന്നോട് ദേഷ്യം കാണിക്കുന്നുണ്ടോ വിചാരിച്ച് നീ തിരിച്ച് ദേഷ്യം കാണിക്കല്ലേ. കാരണം അവളൊരു പാവാടി, പഞ്ചപാവാ. ഞങ്ങൾക്കൊക്കെ അവളെ ചെറുപ്പം തൊട്ട് അറിയണതാ. എന്റെ തമ്പുരിനെ പോലെ തന്നെ അവളും